അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. ചെലവിന് കൊടുക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ പറയും മതി, മക്കൾ ഇത്ര മതി എന്ന്. അള്ളാഹു പറയുന്നുണ്ട്, നഹ്നു നർസുഖുക്കും വഇയ്യാഹും, അവർക്കും നിങ്ങൾക്കും ഞാനാണ് തിന്നാൻ കൊടുത്തിരുന്നത്. അത് മനസ്സിലായ പിന്നെ എത്രയും കൂടുതൽ മക്കൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും അതിൽ യാതൊരു വിഷമവും ഇല്ലാതിരിക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും സ്നേഹിക്കാൻ എന്താ ചെലവ്? അതിന് ചെലവൊന്നുമില്ല. അപ്പോൾ ഈ ലോകത്തുള്ള 820 കോടി മനുഷ്യരെയും നമുക്ക് സ്നേഹിക്കാം. ആ സ്നേഹത്തിൽ കറയില്ല, ചളിയില്ല, ഒന്നുമില്ല. ഒരാളെ കാണുമ്പോൾ അയാളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ അത് ഒരു തരത്തിലുള്ള സ്നേഹമാണ്. ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ലെങ്കിലോ അത് കുറച്ചുകൂടി ഉന്നതമായ സ്നേഹമാണ്. അങ്ങോട്ട് കൊടുക്കാൻ ഉള്ള ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിലോ, ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് പൈസ അല്ലെങ്കിൽ സഹായം, അപ്പം അയാളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിലോ, അയാളെ കാണണം, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, ഇവിടെ കാണാനില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കുക അങ്ങോട്ട്, അങ്ങനെയാണെങ്കിലോ അത് അതിനേക്കാളും അത്യുന്നതമായ സ്നേഹമായി മാറും. നമ്മളെ റബ്ബ്, ആ റബ്ബിനെ നമ്മൾ സ്നേഹിക്കുന്നത് ഏത് രീതിയിലാണ്? റബ്ബിന് നമ്മളോട് ഒരു വാക്കുണ്ട്. അതെന്താ? ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം ചെയ്യും. അപ്പൊ അള്ളാഹുവിൻ്റെ ഒക്കെ ഇങ്ങോട്ട് കിട്ടാനും. പക്ഷേ നമ്മൾ അങ്ങോട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് വ്യക്തികൾ തമ്മിലോ മൃഗങ്ങൾ തമ്മിലോ ഉള്ള സ്നേഹം പോലെയൊന്നുമല്ല. നമ്മുടെ വീട്ടിലെ നായക്കുള്ള സ്നേഹം പോലെയൊന്നും അല്ല പടച്ചവനോടുള്ളത്. അതെങ്ങനെയാണ് നിഷ്കളങ്കമാകുന്നത്? ഇങ്ങോട്ട് കിട്ടാണ്ടല്ലോ, സ്വർഗം തരാം, അതുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. അവിടെയാണ് ഇഖ്ലാസ് എന്ന വാക്കിന്റെ പ്രസക്തി. നിഷ്കളങ്കമായ സ്നേഹമാണ്. അവിടെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല, സതുദ്ദേശം മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യങ്ങൾ ദുനിയാവിലുണ്ട്. അത് നമ്മളും പടച്ചവൻ നമ്മുടെ ഒരു കരാറാണ്. എന്ത്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. തരാമെന്നുള്ള ഓഫർ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കൽ പുണ്യമാണ്. യാത്രയിൽ 4 നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം 2 നിസ്കരിക്കലാവുന്നു. ജംആക്കാൻ അവസരമുണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കൽ ഇളവ് സ്വീകരിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമാകുന്നു. ഇതുപോലെ തെറ്റ് ചെയ്യുന്ന എത്ര വെറുപ്പുണ്ടോ അത്രയാണ്. മറുവശം നോക്കണം. ഈ രീതിയിൽ നമുക്ക് അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ അങ്ങേയറ്റത്തെ നിഷ്കളങ്കത ഉണ്ട്. ഇബ്രാഹിം നബിയോട് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? അവിടെയാണ് ശിർക്കിന്റെ കറ വരുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കോടിയാണ് ആൾക്കാർ അന്ന് സ്നേഹിച്ചത് നബി എന്നുള്ള നിലക്കാം. മോചിതത്തൊക്കെ നേരിട്ട് കണ്ടു ആ നാട്ടുകാർ. എന്താ കൈകൊണ്ട് തടവുമ്പോൾ ആ പാണ്ഡുരോഗവും കുഷ്ഠരോഗവും മാറുകയാണ്. കാഴ്ചയില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യൻ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കണ്ണങ്ങ് തടവുമ്പോൾ കാഴ്ചന് കിട്ടുകയാണ്. ഒരു ഡോക്ടറും ഒരു മരുന്നും ഒന്നും ആവശ്യമില്ല. മരിച്ചവരെ ജീവിപ്പിക്കുകയാണ്. ലാസറിന്റെ ശവക്കല്ലറക്കരികിൽ ചെന്ന് ലാസർ എഴുന്നേൽക്ക് എന്ന് പറയാൻ ബൈബിള് പറയുന്നു. അപ്പൊ ആ ഖബർ പൊട്ടിപ്പടന്നിട്ട് ലാസർ ഇങ്ങനെ കണ്ണു തിരുമ്പി വരികയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്നിട്ടും ആ ഈസാ നബിയുടെ അനുയായികൾ അലൈഹിസ്സലാം ഒന്നും ഈസാ നബിയോട് ഇസ്തിഗാസ ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല. അതൊക്കെ കാണാത്ത പടച്ചവനോട്. അതായിരുന്നു നിഷ്കളങ്കമായ സ്നേഹം.
336 ജസ്റ്റീനിയൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി. സൂര്യദേവനെ ആരാധിക്കുന്ന ദിവസമാണ് ഡിസംബർ 25. അത് ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് ഈസാ നബിയുടെ ജന്മദിനാക്കി മാറ്റി. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്ത് മറിയം 32-ാമത്തെ ആയത്ത്, വസ്സലാമു അലയ്യ യൗമ ഉലിദ്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ. ഞാൻ ജനിച്ച ദിവസം എൻ്റെ മേൽ സമാധാനം. അപ്പോ ഈസാ നബിന്റെ മൗലിദ് ഖുർആനിലുണ്ട്. ഇത് വായിച്ചിട്ട് ഓതിയിട്ട് നബിക്ക് തോന്നിയില്ല എന്നാ നമുക്കൊന്ന് നബിന്റെ ഈസാ നബിന്റെ മൗലിദ് കഴിക്കല്ലേ. സഹാബത്തിന് തോന്നിയില്ല, ആർക്കും തോന്നിയില്ല. ആ ഖുർആൻ ശരിക്ക് പറയാം അല്ലേ? എന്താ തോന്നാത്തത്? ഇല്ലാത്തതാണ്, അതുകൊണ്ട് തോന്നിയില്ല. പിന്നെ അള്ളാഹുവാണ് പഠിപ്പിക്കേണ്ട ആള്, അള്ളാഹുവാണ് പഠിപ്പിക്കേണ്ട ആള്. അള്ളാഹു ഈസാ നബിന്റെ അപ്പുറത്തുള്ള ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. 2 ഡസൻ സ്ഥലത്ത് പേര് പറഞ്ഞു, 31 സ്ഥലത്ത് മറിയം ബീവിന്റെ പേര് പറഞ്ഞു. സൂറത്ത് മറിയമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ ഉദാഹരണാക്കി ആദം നബിയുടെ സൃഷ്ടിപ്പ് പോലെയാണെന്നൊക്കെ പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാമിന്റെ പേരിലുള്ള എല്ലാ തരത്തിലുള്ള തെറ്റായ വിചാരങ്ങളും അറിവുകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ തിരുത്തി എന്നിട്ട് ഈ ഒരു വാക്ക് പറഞ്ഞില്ല ജന്മദിനത്തെ കുറിച്ച്. നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരും നാട്ടുകാരും നോക്കി റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വലിന്റെ തലേ മാസത്തിൽ തന്നെ തുടങ്ങി. എന്നിട്ട് ജന്മദിനം ആഘോഷിക്കുന്നു. അവർ ഈ ആയത്ത് കാണുന്നുണ്ടല്ലോ ഈസാ നബിയുടെ ജന്മദിനം സംബന്ധിച്ച്, ഇല്ലേ? എന്നിട്ട് എന്താ ആഘോഷിക്കാത്തത്? എന്നാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമിലെ 1162-ാമത്തെ ഹദീസ്, ലാലിക യൗമുൻ ഉലിദ്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണത്, ഞാൻ ജനിച്ച ദിവസമാണത്. അപ്പൊ എന്തൊരു പരിപാടി ഉണ്ടല്ലോ. എന്താ പരിപാടി? നോൽമ്പോൽക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. റബീഉൽ അവ്വൽ 12-ന് ഭക്ഷണം സ്പെഷ്യൽ ഉണ്ടാക്കുക. നേരെതിരെ ആ സ്നേഹം ഈസാ നബിയോട് ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളുടെ സ്നേഹമാണ്. അത് വഴിമാറിയ സ്നേഹമാണ്. ഉറങ്ങാൻ കിടക്കുന്ന പ്രാർത്ഥനയിലെ അവസാനത്തെ വാക്ക്, നീ അയച്ച നബിയിൽ ഞാൻ വിശ്വസിച്ചു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അതേറ്റ് ചൊല്ലിയപ്പോ വറസൂലിക എന്നായി. എന്താ? സ്നേഹമാണ്. നബി എന്നതിനേക്കാൾ വലിയതാണ് റസൂല്. പക്ഷേ റസൂൽ പറഞ്ഞു, ലാ, പറയരുത്, നബീക, നബി എന്ന് തന്നെ പറയണം. ഒരക്ഷരം മാറ്റാൻ പാടില്ല, പറ്റില്ല. അങ്ങനെയാണ് സ്നേഹം. അപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനുള്ള സ്നേഹം ബഹുമാനം ആദരവാണ്, പിന്നെ ആരാധനയായി മാറി. ലോകത്തൊരുപാട് ഔലിയാൾ ഉണ്ട്, എല്ലാ സഹാബിമാരും ഒക്കെ. അതിൻ്റെ ഇടയിൽ നിന്നൊരു മൊഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാ എന്ന മുജാഹിദായ മുവഹിദായ സലഫിയായ ആളെ മാത്രം നമ്മളെ ആൾക്കാർക്ക് കിട്ടി. മൊഹീദ്ദീൻ ശൈഖേ കാക്കണേ. എന്ത് കാരണം? എന്താണ് വിഷയം? എങ്ങനെ വന്നത്? അപ്പൊ ആ സ്നേഹം ബഹുമാനമായി, ആദരവായി, ആരാധനയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ്. ബുഖാരി 3445. ലാ തുത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി ബഹുമാനിക്കരുത്. ബഹുമാനമാണ് പറഞ്ഞത്. കമാ അത്രത്തിൻ നസാറ ഇബ്നു മറിയം, ഇബ്നു മറിയമിനെ ക്രൈസ്തവർ അമിതമായി ആദരിച്ച പോലെ. എന്നിട്ട് അവിടേക്കെത്തി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. കർത്താവ് വേറുണ്ടല്ലോ, അതാണ് പടച്ചോൻ, അതാണ് യഹോവ, അതാണ് അല്ലാഹു. ഇതാണ്. അപ്പോ സ്നേഹം വഴിമാറിയാൽ
പ്രശ്നമാണ്. സ്നേഹം പ്രേമമാകുന്നത് കല്യാണം കഴിക്കുമ്പോഴാണ്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ. അത് കല്യാണ ബന്ധം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം എന്ത് പ്രശ്നം ഉണ്ടായാലും. ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ, ആ യുദ്ധന്റെ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഓളെയും മനസ്സിൽ വിചാരിച്ച് നടക്കണ്ട, ഓനെയും വിചാരിച്ച് ഓൾ നടക്കണ്ട. അത് രണ്ടും രണ്ടായി, വേറെ കണക്ഷനായി, വേറെ വിവാഹമായി, പിന്നെ ആ പ്രേമമായി. അവളും വേറെ കല്യാണം കഴിക്കണം, പ്രേമമായി. ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസവും കഴിഞ്ഞാൽ കുളിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കണം എന്ന് പഠിപ്പിച്ചു. വല്യമ്മയായത് അങ്ങനെ വേണ്ടത്. കല്യാണം വേണോ വേണ്ടെന്നുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ അവൾ എത്ര കൊല്ലം? 40 കൊല്ലം, 21 കൊല്ലം, 50 കൊല്ലം ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞ ആണുണ്ട്. ആ ഭർത്താവ് ജീവിതത്തിൽ നിന്ന് മാഞ്ഞ് അത് കഴിഞ്ഞ് 4 മാസവും 10 ദിവസവും കഴിയുമ്പോൾ പുതിയൊരു ബന്ധത്തിന്, പുതിയൊരു സ്നേഹത്തിന്, പുതിയൊരു പ്രേമത്തിന്, ശരീരവും മനസ്സും ഒന്നാകുന്നതിന് അവൾ പാകപ്പെടണം, അവൻ പാകപ്പെടണം. അത് പുണ്യമാണ്, അത് ഇബാദത്താണ്. അപ്പോഴും പിന്നെ അവനെയും വിചാരിച്ച് അവൻ അവളെയും വിചാരിച്ച് അവൾ അവനെയും വിചാരിച്ച് ഇങ്ങനെ നടക്കല്ല. കുട്ടികളെ വാപ്പയാണ്, കുട്ടികളെ അമ്മയാണ്, അതൊക്കെ ശരിയാണ്, മരിച്ചുപോയില്ലേ. പ്രായോഗികമായ സ്നേഹമാണ്. അതിങ്ങനെ തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്, പറഞ്ഞതാണ്. അപ്പൊ സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കുകയും നമ്മൾ പ്രായോഗികമാവുകയും വേണം. ഇതെല്ലാം അറിയുന്ന റബ്ബാണ് ഇത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കിയെല്ലാം മറ്റൊരു വിവാഹം കഴിഞ്ഞ വേറൊരാൾ തൊട്ട വേറൊരാളുടെ കൂടെ ജീവിച്ച സ്ത്രീകളാണ്. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ ഡൈവോഴ്സ് ചെയ്തു, പിന്നെ വേറെ കല്യാണം കഴിച്ചു. അതൊരു പ്രായോഗികതയാണ്, അതിങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കേണ്ട കാര്യമല്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം, മറ്റവരുള്ള സ്നേഹവും, അല്ലാഹു അല്ലാത്ത ഔലിയാവ്, തങ്ങന്മാര്, ബീവികള്, ബിംബങ്ങൾ, ജാറങ്ങൾ, ദർഗകൾ, മഖാമുകൾ, അതിലൊക്കെയുള്ള ആ വ്യക്തികൾ, അവരോടുള്ള സ്നേഹം എങ്ങനെയാണ്? എന്ത് ചെയ്തു? ബഖറ 165 ആയത്തിൽ അല്ലാഹു അരുളി, വമിന്നാസി യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹുവിന് പുറമെ സമന്മാരെ ഉണ്ടാക്കി. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അല്ലാഹനെ സ്നേഹിക്കേണ്ട വിധം അവർ ഇവരെ സ്നേഹിച്ചു. അല്ലാഹനെ എങ്ങനെ സ്നേഹിക്കേണ്ടത്? അങ്ങനെയാണ് മൊഹീദ്ദീൻ ശൈഖിനെയും റിഫായി ശൈഖിനെയും മമ്പറന്തങ്ങളെയും പുത്തമ്പള്ളി വലിയനെയും നാഗൂർ അജ്മീർ ഏർവാടി ഔലിയാവിനെയും തങ്ങന്മാരെയും ബീവിമാരെയും മഹർഷികളെയും മുനിമാരെയും ഒക്കെ ആൾക്കാർ സ്നേഹിച്ചത്. ആ സ്നേഹമാണ് ആരാധന ആയത്. അത് പാടില്ല. വല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാർക്ക് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോടായിരിക്കും ഏറ്റവും സ്നേഹം. അല്ലേ? ഖുർആൻ പിടിച്ച് സത്യം ചെയ്യണമെന്നാ ഓക്കെ, മമ്പറന്തങ്ങളെ പിടിച്ച് സത്യം അത് പറ്റൂല. അപ്പൊ ആരോടാ സ്നേഹം കൂടുതൽ? മസ്ജിദിൽ നിന്ന് ഇറങ്ങിപ്പോണ എങ്ങനെയാ? സാധാരണമായി. ജാറത്ത് നിന്ന് മടങ്ങിപ്പോണ എങ്ങനെയാ? ബേക്കോട്ട്, ബേക്ക് മുന്നിലേക്ക് ആകാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട്. അപ്പൊ ആരോടാ സ്നേഹം? അല്ലെ? നിസ്കരിക്കാൻ പോയി കയറുമ്പോ ചില ആൾക്കാർ ബീഡിയും വലിച്ച് കാർക്കിച്ച് തുപ്പി ആ കുറ്റി വലിച്ചെറിഞ്ഞ് ഇത് കയറും. ജാറത്ത് പോകുമ്പോ എന്തൊരു ഭക്തിയാണ്. അള്ളാന്റെ പേര് മാത്രം പറയുമ്പോ ഇസ്മ അസ്സം, അവരുടെ മുഖം ചുളിയാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേര് വെക്കുമ്പോൾ അവരിങ്ങനെ സന്തോഷിക്കുകയാണ്. യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്തത്. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിനുള്ള സ്നേഹത്തിലും വന്നത്. ചങ്ങായിമാരുണ്ടോ? ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടോ? കീഴേലുണ്ടോ? മേലുണ്ടോ? അപ്പുറത്തുണ്ടോ? ഒന്നും പറഞ്ഞേക്കണം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വിളിച്ച് പ്രാർത്ഥിച്ചത് പടച്ചോനെയാണ്. അതാണ് സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു അരുളിയത്. സൂറത്ത് സുഖ്റുഫിൽ വളരെ വ്യക്തമായി പറഞ്ഞു അല്ലാഹു. 63 മുതൽ 67 വരെയുള്ള ആയത്തുകൾ. വലമ്മാ ജാഅ ഈസാ ബിൽ ബയ്യിനാത്തി ഖാല ഖദ് ജിഅ്തുകും ബിൽ ഹിക്മത്തി വലിയുബയ്യിന ലക്കും ബഅദല്ലദീ തഖ്തലിഫൂന ഫീഹി ഫത്തഖുല്ലാഹ വഅതീഉ. ഈസാ നബി വ്യക്തമായ തെളിവുകളുമായി വന്നു.
എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു ഹദാ സിറാത്തും മുസ്തഖീം. അല്ലാഹുവാണ് റബ്ബ്, അവനെ മാത്രം ആരാധിക്കണം, ഇതാണ് സുരക്ഷിതമായ മാർഗം, ഇതാണ് ചൊവ്വായ മാർഗം. ബൈബിൾ പറഞ്ഞത് ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഒരു പാറയുമില്ല. മേലെ ആകാശത്തിൽ താഴെ ഒന്നിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞില്ലേ? ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടും ആ ആൾക്കാർക്ക് തോന്നിയില്ല ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ കണ്ടിട്ട് ഒരു സഹാബിക്കും തോന്നിയില്ല മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയാൻ. മൂസാ നബി അലൈഹി സ്വലാം കടലിൽ വെടികൊണ്ടടിക്കുമ്പോഴോ പാറയിലടിച്ച് 12 പുഴ ഉണ്ടാക്കുമ്പോഴോ ഒന്നും തന്നെ അവർക്ക് തോന്നിയില്ല മൂസാ നബിയെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. എന്തേ കാരണം? സ്നേഹം അവിടെ വരെ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പഠിച്ചുകൊണ്ടുള്ളതാണ്. ആ ലൈനാണ് വരച്ചു. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം ഇതാണ്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു ഹദാ സിറാത്തും മുസ്തഖീം. അത് പറഞ്ഞപ്പോൾ എന്തുണ്ടായി? ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം. ഭിന്നത ഉണ്ടായി. അതൊന്നുമില്ല, വെളിച്ചം കത്തിക്കുമ്പോൾ ഇരുട്ടും വെളിച്ചവും തമ്മിലൊരു സംഘട്ടനം കുറച്ചു നേരം ഉണ്ടാവും, അതാണ് മാറും ഇല്ലേ? സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ ഇരുട്ടങ്ങനെ മാറിപ്പോയേ പറ്റും. സൂര്യ അസ്തമിക്കുമ്പോൾ ഇരുട്ടിങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ സൂര്യനാകണം. ഈ സൂര്യ തേജസ് എല്ലായിടത്തും എത്തണം. നമ്മൾ പറയാത്തത് കൊണ്ട് ഒരാൾ നരകത്ത് പോയാൽ നമ്മളെയും പിടിച്ചു കൊണ്ടായിരിക്കും ഒരു പക്ഷെ അവർ പോവുക. അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ. അപ്പൊ ഭിന്നത ഉണ്ടാകും എന്ന് പേടിച്ച് സത്യം പറയാതിരിക്കാൻ കഴിയോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവും ഇല്ല. ചില ആൾക്കാർക്കൊക്കെ സ്നേഹം മൂത്ത് പ്രേമമായി അനുരാഗം ആത്മകമായ ഭ്രമം, ഒരാൾ എഴുതിയ ശൈലിയോട് പോലും, നേതാവിനോടുള്ള ശൈലിയോട് പോലും അനുരാഗാത്മകമായ ഭ്രമം എന്ന് മൗലാന മൗദൂദി റഹിമഹുള്ളയെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്കൊന്നും പോകേണ്ട ആവശ്യമല്ല. പേനക്കെന്താ വില? 5 റുപ്യ. മൗലാന മൗദൂദിന്റെ പേന ലേലത്തിൽ വിറ്റത് 24 ലക്ഷം റുപ്യക്കാണ്. അത് സ്നേഹമാണ്, അത് ബഹുമാനമാണ്, അല്ല അത് കച്ചവടമാണ്. ഇത് സ്നേഹിച്ചത് തന്നെയാണ്. 24 ലക്ഷം റുപ്യക്ക് ഒരു മുസ്ലിം, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം, മൗലാന മൗദൂദി റഹിമഹുള്ളയെ ആദരിക്കുന്ന ഒരു മുസ്ലിം ഇത് വാങ്ങാൻ പറ്റുമോ? ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞു, അത് സത്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കൈയും കാലും ഞാൻ മുറിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം ശരിയാണോ? അല്ല, അത് ശരിയല്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച, ഇതാ ആരെങ്കിലും ഇതുവരെ ആരാധിച്ചിരുന്നത് അള്ളാനെ ആണെങ്കിൽ ആ അള്ള അവിടെ ഉണ്ട്, അള്ള മരിക്കൂല. ആരെങ്കിലും ആരാധിച്ചിരുന്നത് മുഹമ്മദ് നബി ആണെങ്കിൽ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയിരിക്കുന്നു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ സത്യം ഉള്ളിലേക്ക് കയറ്റി എങ്ങനെയാണ് ബോധം കെട്ട് വീണത്. അല്ലാഹു അക്ബർ. അപ്പോ ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബിയോടുള്ള സ്നേഹം മൂത്ത് ഇങ്ങനെയായി. ഇനി അള്ളാഹു പറയുന്നു, ഹൽ യൻദുറൂന ഇല്ല സാഅത്ത്, ഇനി വരാനുള്ളത് അന്ത്യനാളാണ്. ആ അന്ത്യനാളിൽ ചോദിക്കുന്ന, ഈസാ നീ പറഞ്ഞിരുന്നോ നിന്റെ ഉമ്മാനെയും ആരാധിക്കണം? ഇല്ല റബ്ബേ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്താ അറിയാഞ്ഞത്? മറന്ന കാര്യം അറിയില്ല. ഈസാ നബിയെ കാക്കണേ എന്ന് കോടിക്കണക്കിന് ആൾക്കാർ വിളിക്കണ്, പ്രാർത്ഥിക്കണ്, ജന്മദിനാഘോഷിക്കണ്, പടക്കം പൊട്ടിക്കണ്, എല്ലാം ഉണ്ട്. ആ ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാം ഒന്നും അറിയണേയില്ല. നീ എന്നെ അവിടുന്ന് എടുത്തില്ലേ, പിന്നെ നീയാണ് അറിയുന്നവൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതെ, മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. നംല 65 മറക്കണ്ട. അവിടെ മണ്ണിന്റെ അടിയിൽ നുരുമ്പിപ്പോയ ആളല്ല ഈസാ നബി അലൈഹി സ്വലാം. ആകാശലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് ഇവിടെ ക്രൈസ്തവ ലോകം തന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ആരാധിക്കുന്നത് അറിഞ്ഞിട്ടേയില്ല. ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് വരാൻ കഴിയാതെ നിൽക്കുന്ന കുറച്ചാൾക്കാർ അടയാളം കണ്ടപ്പോൾ മനസ്സിലായി മുസ്ലിങ്ങളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവേ ഉസൈഹാബി, എന്റെ പൊന്നു ചങ്ങാതിമാർ. അപ്പോ മുഹമ്മദ് നബിയോട് പറയാണ്, യാ മുഹമ്മദേ ഇന്നക ലാ തദ്രീ, താങ്കൾക്ക് അറിഞ്ഞുകൂടാ, മാ ബദ്ദലു ബഅദക, നിങ്ങൾ പോയ ശേഷം അവർ മതത്തെ മാറ്റിമറിച്ചത്. വിദ്അത്തിന്റെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല, മാറ്റിമറിച്ചത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട്
സ്നേഹം സ്നേഹം അള്ളാഹുവിന്റെ പേരിലാകണം. അഫ്ദലുൽ അഅ്മാലി, ഏറ്റവും വലിയ പുണ്യകർമ്മം, അബൂദാവൂദ് 4599, അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം. വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലുള്ള വെറുപ്പ്. ബുഖാരി 16-ാമത്തെ ആയത്ത് ഹദീസ്. ഈമാന്റെ മധുരം കിട്ടിക്കഴിഞ്ഞാൽ എന്താകും? അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്നു. അള്ളാന്റെ പേരിൽ മാത്രം നിഷ്കളങ്കമായ സ്നേഹം, ചങ്ങാതിമാർ തമ്മിലും കൂട്ടുകുടുംബാദികൾ നാട്ടുകാർ തമ്മിൽ എല്ലാം ഉണ്ടാകുന്ന സ്നേഹം എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അന്ത്യനാളിലെ തണൽ കിട്ടുന്ന 7 വിഭാഗം. ബുഖാരി 660 എന്താ പറഞ്ഞത്? റജുലാനി തഹബ്ബാ ഫില്ലാഹ്, അള്ളാന്റെ പേരിൽ സ്നേഹിക്കുന്നു. ഇജ്തമാഅലൈഹി, അള്ളാഹുവിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നു. വതഫറഖാനി, അവന്റെ പേരിൽ പിരിയുന്നു. അതുകൊണ്ട് ഹക്കും ബാത്തിലും നോക്കി സ്നേഹം പ്രേമമാകാത്ത വിധത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള സാഹോദര്യം, സഹോദരന്മാര് തമ്മിൽ കച്ചവടത്തിലോ കൃഷിയിലോ ഏർപ്പാടിലോ ഇടപെടലോ ഒക്കെ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ പേരിലാകണം സ്നേഹം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ഇതുവരെ എങ്ങനെയൊക്കെയോ ആയി പലവിധത്തിലുള്ള വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ലാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തീരുമാനിക്കുക, ഇനി വേണ്ട, നല്ല നിലക്കാവുക, നല്ല നിലക്ക് മാത്രം മതി. ശരി, അപ്പൊ അവസാനിപ്പിക്കാം. ക്രൈസ്തവ സഹോദരങ്ങളോട് പറയണം, ഈസാ നബി അള്ളാഹുവോടാണ് പ്രാർത്ഥിച്ചത്. ഈസാ നബിന്റെ ജന്മദിനത്തെക്കുറിച്ച് ആഘോഷിക്കാൻ പറ്റി പറഞ്ഞിട്ടില്ല. സമസ്ത സഹോദരങ്ങളോട് പറയണം, ഇതാ ഈസാ നബിന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുന്നില്ല, ഖുർആനിൽ പറഞ്ഞിട്ട് പിന്നെങ്ങനെ മുഹമ്മദ് നബിയുടെ ആഘോഷിക്കും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനുള്ള മാർഗം തിങ്കളാഴ്ച നോമ്പുൽക്കലാണ്. അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. മനസ്സിലായ സത്യം പിന്നെ മൗനം പാലിക്കുക, ഉണ്ടാതക്കുക, കേട്ട് ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടെന്നൊക്കെ മനസ്സിലായി. മൊബൈലൊക്കെ കയ്യിലുണ്ട്, നമ്പറുണ്ട്, എന്നിട്ടും ഒന്നും ഉണ്ടാതക്കുക എന്ന് പറഞ്ഞാൽ ആ തരികിട പരിപാടി പരലോകത്ത് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇവിടെ ഉഷാറാണ്, നല്ല ഉഷാറിലാണ് നടക്കുന്നത്, നല്ല ചങ്ങാതിമാരാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ശിർക്ക് ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, പണമായി പണ്ടമായി പറമ്പായി അറയായി വിസയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുത്തവരുണ്ട്, വാങ്ങിയവരുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയി തിന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നല്ല മെജയാണ്. പക്ഷേ നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ മറുപടി പറയാനുണ്ടാവില്ല. അതിനാൽ ഒന്നുമില്ല, ബേജാറായിട്ട് വെപ്രാളപ്പെട്ടിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ എടുക്കുക, കാര്യങ്ങൾ അയച്ചു കൊടുക്കുക. അള്ളാഹുവേ അനുഗ്രഹിക്കുമാറാകണം. അമലുകളും ഇബാദത്തുകളും എല്ലാം ചെയ്ത് സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബേ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം അള്ളാഹുവേ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.